ഹലോ, ഇന്ന് റവയും ഗോതമ്പ് പൊടിയും വെച്ച് അടിപൊളി ഒരു ദോശ, ഇൻസ്റ്റൻ്റായിട്ടൊരു ദോശ തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഇതാ ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതേ കപ്പിൽ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതാ കട്ടിയില്ലാതെ നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തയ്യാറാക്കിയ മാവ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കട്ടിയില്ലാതെ അരച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ ഇതാ കട്ടിയൊന്നും ഇല്ലാതെ അരച്ചെടുത്തതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അല്പം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത 2 ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അങ്ങനെ 5 മിനിറ്റിന് ശേഷം ഒരു പാനിലേക്ക് എണ്ണ ബ്രഷ് ചെയ്ത് ഓരോ തവി മാവായിട്ട് ഒഴിച്ച് ഇതുപോലെ ദോശയൊക്കെ ചുടുന്ന പോലെ ഒന്ന് ചുട്ടെടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റായിട്ട് അരിയൊക്കെ കുതിർക്കാൻ മറന്നു പോയാൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോട്ടെ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള ദോശ. അങ്ങനെ ഇതാ അടച്ച് വെച്ച് വേവിക്കുക. ഇങ്ങനെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കുക. ഇതാ തിരിച്ചു മറിച്ചിട്ട് ഗോതമ്പും റവയും വെച്ചിട്ടുള്ള അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അടിപൊളിയാണ്. അങ്ങനെ ഇതാ ബാക്കിയുള്ളതും അതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചു മറിച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. കണ്ടില്ലേ? അടിപൊളിയായി വന്നിട്ടുണ്ട്. അങ്ങനെ അടിപൊളി ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഗോതമ്പ് റവയും വെച്ചിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.